എൻ്റെ പേര് രജിത്ത് എന്നാണ്. ഞാനാണ് ഈ സിനിമ, ഞങ്ങൾ ഒരുമിച്ചാണ് ഈ സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോ ചോദിച്ചതിന് ഉത്തരം പറയാൻ പറ്റും. നമസ്കാരം. നമ്മൾ അപൂർവപുത്രന്മാരുടെ റിലീസ് കഴിഞ്ഞ് ഉച്ചക്കത്തെ ഷോയും എനിക്ക് തോന്നുന്നിപ്പോൾ മാറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് അതിൻ്റെ സന്തോഷവും അതിൻ്റെ കാര്യങ്ങളൊക്കെ പങ്കുവയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ വന്നത്. ഇത് ഡയറക്ടർ രജിത്ത്, ഇത് ശ്രീജിത്ത്, എൻ്റെ പ്രൊഡ്യൂസർ ആരതി, ലൈൻ പ്രൊഡ്യൂസർ ചേട്ടൻ, എഡിറ്റർ നമ്മുടെ ക്യാമറമാൻ, എൻ്റെ പേരെന്താണ്? ഹായ്, നമസ്കാരം. നമ്മുടെ മീഡിയ സുഹൃത്തുക്കൾ കുറെ പേര് രാവിലെ സിനിമ കാണാനുണ്ടായിരുന്നു ഇല്ലേ? അപ്പൊ കഴിഞ്ഞിറങ്ങിയപ്പോ നിങ്ങൾക്കും ഇഷ്ടമായി എന്നറിഞ്ഞു അല്ലേ? സന്തോഷം. അപ്പോ ഈ മഴയുടെ ഒരു ഇതൊക്കെ വെച്ചിട്ട് ഒരുപാട് ആളുകളിലേക്ക് ഈ സിനിമയെ കുറിച്ച് നമുക്ക് എന്താ പറയുക, പണം ഇറങ്ങിയ കാര്യം പറഞ്ഞിട്ടുണ്ടെന്ന് സംശയമുണ്ട്. കാരണം വാൾ പോസ്റ്ററുകളൊന്നും നമുക്ക് ഒട്ടിക്കാൻ പറ്റിയില്ല, വളരെ കുറച്ച് ഇറക്കിയ പറ്റില്ല. കാരണം മഴയായതുകൊണ്ട് ഒട്ടിച്ചാലൊപ്പത്തിന് പോകുന്നുള്ളതുകൊണ്ട് മഴ ഒതുക്കിയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോ പടത്തിന് നല്ല അഭിപ്രായമുണ്ട്, കണ്ടവരൊക്കെ ഹാപ്പിയാണ്. അപ്പോൾ കൂടുതൽ ആളുകളിലേക്ക് ഈ സിനിമ എത്തണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങളും പരിപൂർണമായിട്ട് നമ്മളോട് സഹകരിക്കണം. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ ലാലിച്ചായനും കൂടി ശരിക്കും വേണ്ടതായിരുന്നു ഈ പരിപാടിക്ക്. കാരണം പടം കണ്ടിറങ്ങിയവരൊക്കെ ലാലിച്ചായനോട് അന്വേഷണം പറയണമെന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ലാലിച്ചായൻ വിളിച്ചില്ലേ? അതേപോലെ അശോകേട്ടനും. നമ്മള് മറ്റേ പടത്തിന്റെ പ്രൊമോഷൻ ഇന്റർവ്യൂസിലും പറഞ്ഞിരുന്നു, മലയാള സിനിമയിൽ എപ്പോഴും ഒരു ഐഡിയൽ അപ്പൻ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ അത് ലാലിച്ചായൻ തന്നെയാണ്. ഇതിൽ പുതിയൊരു ലാലിച്ചായന്റെ അപ്പൻ വേഷം നമുക്ക് കാണാം. ഈ അപ്പനും മക്കളായിട്ടുള്ള ഒരു സാധനമുണ്ട്, അച്ഛനും മക്കളുമായിട്ടുള്ള ഒരു പരിപാടിയുണ്ട് അശോകന്റെ ക്യാരക്ടർ. അപ്പൊ പടം കാണാത്തവർക്കായിട്ട് ഒരു ഇത് ഞാൻ കളയണില്ല. ആ രണ്ട് ട്രാക്കും ആണ് നമുക്ക്, ഞാനിന്ന് പടം കാണുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തൊരു ഏരിയ. വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം ഇവര് രണ്ടും ഇത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. അപ്പൊ അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നതും അവരുടെ കൂടെ ഇരുന്ന് അവരുടെ പഴയ കഥകളൊക്കെ കേൾക്കുന്നതായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും വലിയ ഫൺ. അപ്പൊ ഇന്ന് നമ്മൾ സ്ക്രീനിൽ കാണുമ്പോഴും ഭയങ്കര സന്തോഷം. ഇവരുടെയൊക്കെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാൻ പറ്റിയത് തന്നെ ഭാഗ്യം. എടാ, ട്രിബ്യൂട്ടില് ഉപരിയായിട്ട് ഓരോ സെക്കൻഡും നമ്മൾ ആസ്വദിക്കുക എന്ന് പറയില്ലേ? ഞാനിങ്ങനെ ലാലിച്ചായനൊക്കെ നിന്നിട്ട് ഇങ്ങനെ അഭിനയിക്കുന്നത് ഇങ്ങനെ കണ്ടിട്ടേ ഞാനിങ്ങനെ ഇങ്ങനെ തന്നെ നോക്കി നിന്നുണ്ട്. അദ്ദേഹം എന്നോട് ചോദിച്ചിട്ടുണ്ട്, വൈ ആർ യു സ്റ്റിയറിംഗ് അറ്റ് മീ എന്ന് ചോദിച്ചിട്ടുണ്ട്. കാരണം പുള്ളിക്ക് ശരിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം പുള്ളിനെ കാണുമ്പോൾ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളിൽ റീൽ ഓടിക്കൊണ്ടിരിക്കും നമ്മുടെ മൈൻഡിൽ കൂടി. നമ്മൾ ആ ഒരു എക്സൈറ്റ്മെന്റിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പോൾ എന്നെയും വിഷ്ണുവിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വലിയ ലെജൻഡുകളുടെ കൂടെ അഭിനയിക്കാൻ അവസരം കിട്ടിയ ആൾക്കാരാണ് ഞാനും വിഷ്ണു. അപ്പോൾ ഈ പടത്തിലും ആണെങ്കിലും അശോകേട്ടൻ, ലാലുച്ചായൻ അവരുടെ അഭിനയിച്ചപ്പോൾ ഏറ്റവും കിട്ടിയ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ സന്തോഷം എന്ന് പറയുന്നത് അവരുടെ കൂടെയുള്ള അഭിനയത്തിൽ ഉപരിയായിട്ട് അവരഭിനയിച്ച സിനിമകളിലൂടെയുള്ള ഒരു കടന്നുപോക്കുണ്ട്. ഇപ്പൊ ഞാൻ നിർണയത്തിന്റെ കാര്യം ചോദിച്ചിട്ടുണ്ട്, പഴയ സിനിമകളുടെ പല കാര്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അതിലൂടെയുള്ള അവരുടെ കഥകളില്ലേ, ആ കഥകളിലൂടെയാണ് ഈ സിനിമ മുഴുവൻ കടന്നുപോയത്. അശോകന്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ലെജൻഡറി ആക്ടറാണ്. അതിൽ മാത്രമല്ല, ഇപ്പൊ ഞാനും വിഷ്ണു ഏറ്റവും കൂടുതൽ ചോദിച്ചത് യവനിക എന്ന് പറയുന്ന സിനിമയെ പറ്റിയാണ് അശോകൻ ചേട്ടനോട് ചോദിച്ചത്. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് സിനിമ പെരുവഴിയമ്പലം മുതൽ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ പത്മരാജൻ സ്കൂളാണ് അദ്ദേഹം ചെയ്ത ഓരോ വേഷവും എങ്ങനെയാണ് അമരത്തിലെത്തിയത്, അമരത്തെ ആ മുടി ഇങ്ങനെ ചുരുട്ടിയിട്ടത് ആര് പറഞ്ഞിട്ടാണ് എന്നുള്ള കുഞ്ഞു നമ്മളെപ്പോലെയുള്ള സിനിമ ആസ്വദിക്കുന്ന സിനിമാ പ്രേക്ഷകന്റെ കൗതുകങ്ങളിലൂടെയാണ് ഞങ്ങൾ ഈ സിനിമ കടന്നുപോയത്. അപ്പോൾ ഇന്ന് ഞാൻ ഞെട്ടിപ്പോയി. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ BGM കഴിഞ്ഞിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായില്ല. സാധാരണ നമ്മൾ നായകന്മാരാവുന്ന പടങ്ങൾ ഞാനും വിഷ്ണുവും കാണാറുണ്ട്, ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടുണ്ടായില്ല. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഈ പറയുന്ന സിനിമ ടാക്കീസിൽ അല്ലെങ്കിൽ തിയേറ്ററിൽ കാണുന്നത്. ഈ കാണുമ്പോൾ അന്ന് എൻ്റെയും വിഷ്ണുവിൻ്റെയും മുമ്പിൽ ലാലുച്ചായൻ ചെയ്തു വെച്ച സംഭവങ്ങൾ നമ്മളത് കണ്ടങ്ങ് പോവുള്ളൂ, അഭിനയിച്ചങ്ങ് പോവുള്ളൂ. പക്ഷെ RR വന്നപ്പോൾ അല്ലെങ്കിൽ BGM വന്നപ്പോൾ വില്യംസ് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ഈ സിനിമയിൽ. അദ്ദേഹം RR വന്നപ്പോൾ ഇവരൊക്കെ കൊടുക്കുന്ന കുഞ്ഞു മൈന്യൂട്ട് എക്സ്പ്രഷൻസ് നമ്മൾ സത്യത്തിൽ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അങ്ങനെയാണ് അവരെ ലെജൻഡറി ആക്ടേഴ്സ് എന്ന് പറയുന്നത്.
നമ്മുടെ സമൂഹത്തിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നതും നമ്മൾ മൈൻഡ് ചെയ്യാത്തതായിട്ടുള്ള ഒരു വലിയൊരു ഇഷ്യൂ ആണ് നമ്മൾ ഇതിനകത്തൂടെ പറയുന്നത്. അത് പടം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടാവും. അത് ഇന്റർവെലിന് ശേഷം ആ ഒരു ഏരിയ ആണ് വരുന്നത്. അപ്പം പിന്നെ മെയിൻലി ഇത് കാണുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് ചില വിഷമങ്ങളുണ്ടാവും. മീൻസ് എന്താ പറയാ, ചില ഫേക്ക് ആയിട്ടുള്ള ചില ആൾക്കാർക്ക് ഇമോഷണലി കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അങ്ങനെയുള്ളവർ കുറച്ച് ഞാൻ ഒന്ന് രണ്ട് നെഗറ്റീവ് റിവ്യൂസ് നമ്മുടെ യൂട്യൂബിൽ കാണുകയുണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആ ഒരു ഇമോഷന്റെ പുറത്താണ് അത് വന്നിട്ടുള്ളത്. അത് പ്രത്യേകം എല്ലാവരും പറയാമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണത്. അപ്പൊ അത് ആരും മൈൻഡ് ചെയ്യരുത്. പേടി തെറ്റിന്ന് വെച്ചാൽ നമ്മളെ ഫസ്റ്റ് ഷോയില് നമ്മുടെ ആൾക്കാര്, നമ്മുടെ ക്രൂ, അങ്ങനെയല്ലോ എല്ലാവരും നമ്മൾ നന്നാവണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതൽ സിനിമ കാണുന്നത്. അതിന്റെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും. ഒരിക്കലും അതൊരു ഫേക്ക് ആണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ആ പോസിറ്റീവ് വൈബിലാണ് നമ്മൾ എപ്പോഴും തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്നതും നമ്മൾ പടത്തിനെ പറ്റി പറയുന്നതും എല്ലാം. പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഞാൻ വളരെ ഇന്നൊന്ന് പ്രിപ്പയർഡ് ആയിരുന്നു. ആക്ച്വലി ഞാൻ വിഷ്ണു ഒക്കെ കുറച്ച് പ്രിപ്പയർഡ് ആയിരുന്നു. എന്താണ് ഇതിന്റെ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം എന്നുള്ളത്. ഇപ്പോൾ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള തിയേറ്റേഴ്സിൽ നിന്നും ആളുകളിൽ നിന്നും കിട്ടുന്ന റെസ്പോൺസ് ആണ് ഇപ്പോൾ ഇതിന്റെ കറക്റ്റ് ജെന്യൂൻ ആയിട്ടുള്ള ഒരു അഭിപ്രായം ഞങ്ങളിലേക്ക് എത്തിയത്. സിനിമ അത്യാവശ്യം എന്നല്ല, നന്നായിട്ടുണ്ടെന്ന് തന്നെയാണ് അഭിപ്രായം. അത് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നെയും വിഷ്ണുവിനെയും അല്ലെങ്കിൽ പുതിയ ഇപ്പൊ ഈ സംവിധായകരടക്കം നിന്ന് പറയുകയാണ്, ഒരു ക്ലീൻ എന്റർടൈനർ. കാരണം ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രത്യേകത ഇതില് തമാശയുണ്ട്, നല്ല രീതിയിൽ തമാശയുണ്ട്. അത് കോമഡിയാണ് ഇതിന്റെ ബേസ്. പിന്നെ ഉള്ളത് ഈ പറഞ്ഞ പോലെ പാട്ടുണ്ട്, നല്ല ഫൈറ്റ് ഉണ്ട്, ഡാൻസ് ഉണ്ട്. അങ്ങനെ ഒരു ക്ലീൻ എന്റർടൈനർ ആണ് അപൂർവത്രന്മാരെന്നുള്ളതാണ് ടോട്ടൽ. ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ ഇതുവരെ ഈ വൈകുന്നേരം ഞാൻ ഈ കാറിൽ നിന്ന് ഇറങ്ങുന്ന വരെ കോൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എല്ലായിടത്തു നിന്ന് കിട്ടുന്ന റിപ്പോർട്ട്. ഇപ്പൊ ഒരു തമാശ എഴുതി കഴിഞ്ഞാൽ ഇത് എത്രത്തോളം വർക്കാവും എന്നുള്ളതും ആർക്കൊക്കെ വേദനിക്കും എന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് തന്നെയാണ് നേരത്തെ എഴുതണൊക്കെ. അപ്പൊ അതിന്റെ ഒരു ഇപ്പൊ നമ്മള് ഫോക്കൽ ലെങ്ത് മാറൂലേ ഓരോ ക്യാമറയുടെ അപ്ഡേഷൻ വരുമ്പോൾ എന്ന് പറഞ്ഞ പോലെ അതിന്റെ ഒരു എഡ്ജുകൾ മാറിക്കൊണ്ടിരിക്കും. അപ്പൊ അത് ഈ ലോകം മാറുന്നതനുസരിച്ച് നമ്മളും അതിനോട് അഡാപ്റ്റ് ആവണം എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതെ, ലോകം അങ്ങനെയാണല്ലോ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിനനുസരിച്ച് എല്ലാവരും മാറും. അപ്പൊ എഴുത്തുകാരും അതിനനുസരിച്ച് മാറണം എന്നുള്ളത് തന്നെയാണ്. നമ്മളും അതിനനുസരിച്ച് മാറുന്നുണ്ട്. ഇനി ഈ സിനിമയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു തമാശയോ ഒന്നുമല്ല. ഇത് ഈ സിനിമ ആക്ച്വലി അതിന് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ ആയിട്ട് പറയാവുന്ന ഒരു സിനിമ. കാരണം ഇതിലെ സിറ്റുവേഷനുകളാണ് ഹ്യൂമർ അല്ലേ. ഇപ്പൊ തിയേറ്ററിൽ നല്ല പൊട്ടിച്ചിരി ഉണ്ടായിരുന്ന അതെല്ലാം ഒരിക്കലും ഒരു വെർബൽ കോമഡിയോ ആരെങ്കിലും ബോഡി ഷെയിം ചെയ്യുന്ന കോമഡിയോ ഒന്നുമല്ലല്ലോ. ആ സിറ്റുവേഷനിൽ ഇവര് പെടുന്നു എന്നുള്ളതാണ് നമ്മൾ ചിരിക്കാണ്ടായ കാര്യം അല്ലേ. അങ്ങനത്തെ സിറ്റുവേഷൻ കാണുക എന്നുള്ളതാണ് നമ്മൾ സിനിമയിൽ മിസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമയിൽ അങ്ങനത്തെ കുറെ മുഹൂർത്തങ്ങളുണ്ട്. അത് എൻജോയ് ചെയ്യാനായിട്ട് എല്ലാവരും തിയേറ്ററിലേക്ക് വരും. വെടിക്കെട്ടില് അത്യാവശ്യം നമ്മള് ആക്ച്വലി ഞങ്ങൾ ഒരിക്കലും സീരിയസ് ആകണം എന്ന് വിചാരിച്ചിട്ട് എഴുതിയ പടമൊന്നുമല്ല വെടിക്കെട്ട്. വെടിക്കെട്ടുള്ള സബ്ജക്റ്റ് വളരെ ഇപ്പൊ നമ്മൾ പറഞ്ഞത് അതിൻ്റെക്കാലൊക്കെ ഭയങ്കര കനമുള്ള സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ അതിൽ ഹ്യൂമർ ഉണ്ടായിരുന്നു. ലാസ്റ്റ് ടൈം ആയപ്പോൾ നമുക്ക് എഡിറ്റിങ്ങിലൊക്കെ വരുമ്പോൾ എപ്പോഴും തമാശയാണ് മാറ്റപ്പെടുന്നത്. മനസ്സിലായില്ലേ? നമ്മൾ സബ്ജക്റ്റും കഥയും കാര്യങ്ങളും വരുമ്പോൾ തമാശകളാണ് നമ്മൾ എഡിറ്റിങ്ങിൽ ഹ്യൂമർ അല്ലെങ്കിലും കഥ മുന്നോട്ട് പോട്ടെ എന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ശ്രമിച്ചതാണ് ഞങ്ങൾ വെടിക്കെട്ട്. പക്ഷെ ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരൊറ്റ ഉദ്ദേശശുദ്ധിയേ ഉള്ളൂ. ഇവർ രണ്ടുപേരും, ഞാൻ രജിത്തേണ്ണയും ഈ പറയുന്ന ശ്രീത്തേണ്ണയും വെച്ച് ഇതുകൊണ്ട് തന്നെ പറയുകയാണ്, ഇവർ രണ്ടുപേരുടെയും ഉള്ളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ഉള്ളിലൊരു തമിഴ് പടം ശിവകാർത്തികേയന്റെ ഒക്കെ പടങ്ങളില്ലേ, അതേപോലത്തെ പടം ഇറക്കണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് ഇവർ ഈ പടമൊക്കെ ഷൂട്ട് ചെയ്യുന്നത്. ഇവരുടെ മീറ്റർ അതാണ്, ഇവരുടെ കണ്ടന്റ് ബേസ് അതായിരുന്നു. അല്ലാതെ ഇതിൽ വേറെ ഒരു കാര്യവും അവർ അതിനെ പറ്റി ഒന്നും ചിന്തിച്ചില്ല. അവരത് കൃത്യമായിട്ട് അതിന് എന്താ പറയുന്ന എഴുതിയിട്ടുണ്ട്, അത് ഞങ്ങൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഈ സിനിമയിൽ ഏറ്റവും വലിയ ബലം, ഇപ്പൊ നിങ്ങൾ ചോദിച്ചില്ലേ, ഒരാൾ ചോദിച്ചല്ലോ ഇവിടുത്തെ കുറെ പേരെ ചെറുതായിട്ടെങ്കിലും ഇത് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ കണ്ടിട്ട് കൈയടിക്കണമെങ്കിൽ നമ്മളിപ്പോ ഫസ്റ്റ് ഷോ കഴിഞ്ഞു, സെക്കൻഡ് ഷോ കഴിഞ്ഞു അല്ലെ, ഓഡിയൻസ് അത് ആ സർക്കാസം അല്ലെങ്കിൽ നമ്മളെ ആരെയാണോ ഉദ്ദേശിച്ചത് അത് കണ്ടിട്ട് ഓഡിയൻസ് കൈയടിക്കണമെങ്കിൽ 99% പേരുടെ അഭിപ്രായം അത് തന്നെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചിരിക്കണമെങ്കിൽ, സത്യമല്ലേ? അപ്പൊ ആ കയ്യടി സിനിമയ്ക്ക് എന്ന് പറഞ്ഞാൽ അർഹരാണ് ഞങ്ങൾ ആ കയ്യടിക്ക്. നമ്മൾ പറയുമ്പോഴേ ഞാൻ വിഷ്ണു കോമഡി പടങ്ങൾ എഴുതുകയാണ്, ഞാൻ ഇൻഡിവിജ്വലി പടങ്ങൾ ചെയ്യുന്നു, ഇവൻ ഇൻഡിവിജ്വലി പടങ്ങൾ ചെയ്യുന്നു. പക്ഷെ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആദ്യമായിട്ട് A to Z ഞാനും ഇവനും
ഹ്യൂമർ കെയർ ചെയ്യുന്ന ആദ്യത്തെ പടമാണിത്. സത്യമല്ലടാ? ആ. പിന്നെ ഈ പറഞ്ഞ പോലെ അങ്ങനെ പ്രത്യേകിച്ച് മനഃപൂർവ്വം ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ബ്രോ. ഇതൊക്കെ സംഭവിക്കലാണ്. ബ്രോയുടെ നാവ് പൊന്നാവട്ടെ. അതേപോലെ നല്ലൊരു കോംബോ ആവട്ടെ ഞാനും വിഷ്ണു. ഒരൊറ്റ ഉദാഹരണത്തിൽ ഞാൻ വേണമെങ്കിൽ അത് തീർത്തു തരാം. ഒരു പുഴയില് ഒരാള് വെള്ളത്തിൽ വീണിട്ട് ജീവശ്വാസത്തിന് വേണ്ടിയിട്ട് അയാൾ കടകാലടിക്കുകയാണ്. കടകാലടിക്കുകയാണ്. അയാൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല. അയാൾ ഇപ്പൊ വെള്ളത്തിൽ മുങ്ങിപ്പോവും, മരിക്കും, അയാൾക്ക് ജീവനില്ല. പക്ഷെ അയാൾ എവിടേക്കോ നീന്തി കടകാലടിച്ച് അല്ലെങ്കിൽ ഒരു ചെറിയൊരു മരക്കൊമ്പ് പിടിച്ച് എന്നെ തന്നെ കൂട്ടിക്കോ, ഞാനാന്ന് വിചാരിച്ചു വെള്ളത്തിൽ വീണ ആള്. ആ വെള്ളത്തിൽ വീണ ആള് ഞാൻ ഒരുവിധം അത് ആരും ഞാൻ കിടന്ന് അലറുന്നുണ്ട്, എന്നെ ആരെങ്കിലും രക്ഷിക്കൂ എന്ന് പറഞ്ഞ് ഞാൻ അലറുന്നുണ്ട്. ആരും കേട്ടിട്ടില്ല, ഒരാളും കേൾക്കുന്നില്ല, എന്നെ ആരും രക്ഷിച്ചിട്ടുമില്ല. പക്ഷെ എവിടേക്കോ കിട്ടിയ ഒരു കുഞ്ഞ് മരക്കൊമ്പില് ഞാൻ പിടിച്ച് ചെറുതായിട്ട് ഞാൻ ജസ്റ്റ് വന്ന് കരയിൽ അടിഞ്ഞു. ആ കരയിൽ അടിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ മേലൊക്കെ നനഞ്ഞിരിക്കുകയല്ലേ, ഷർട്ടൊക്കെ ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടാവോ, ചിലപ്പോൾ ഞാൻ മുണ്ടായിരിക്കും എടുത്തത്, മുണ്ടൊന്നും നീങ്ങിയിട്ടുണ്ടാവും. പക്ഷെ ഞാൻ ആ പറ്റത്ത് കിടക്കൂലേ ശ്വാസം വിട്ടിട്ട് ഇങ്ങനെ, ഈ ശ്വാസത്തിൽ ഞാൻ അവിടെ കിടക്കുമ്പോൾ ഒരുപാട് പേര് ഓടിക്കൂടിയിട്ട് പറയും, ദേ മുണ്ട് മാറി കിടക്കുന്നു, ദേ ശരീരം ഒട്ടി കിടക്കുന്നു, അയ്യേ ഇയാളെന്ത് ഈ ഷർട്ട് ഇട്ടിരിക്കുന്നത്, ഇയാളെന്ത് ഇങ്ങനെ, ദേ മുടി മാറി കിടക്കണത്, അങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യും. ഞാൻ അവിടെ കടകാലടിച്ചത് കണ്ടിട്ടില്ല. അത്രേ ഉള്ളൂ. അത് ആസിഫ് എന്നല്ല, എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ആരൊക്കെ ഇതുവരെ മുന്നോട്ട് വന്നിട്ടുണ്ടോ, നമ്മുടെ മുമ്പിലുള്ള ലെജൻഡറി ആക്ടേഴ്സ് ആരൊക്കെ ഉണ്ടോ, അവരെല്ലാവരും ഈ വെള്ളത്തിൽ കിടന്ന് കടകാലടിച്ചിട്ടുണ്ട്. പക്ഷെ ആ കുറ്റം പറയുന്നവരെയും നമ്മൾ ഒന്നും പറയുന്നില്ല, കാരണം അവരതേ കണ്ടിട്ടുള്ളൂ, അല്ലേ? ദാറ്റ്സ് ഇറ്റ്. അല്ല, ഞാൻ ഇപ്പൊ ഒരു മണിക്കൂർ മുമ്പ് നടന്നൊരു സംഭവം പറയാം. നമ്മളെ പടത്തിന്റെ റിവ്യൂവിന്, പടത്തിന്റെ റെസ്പോൺസിന് ഒരു വീഡിയോ കണ്ടപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കുകയാണ്. ഭയങ്കര നെഗറ്റീവ് ആയിട്ടുള്ള ടൈറ്റിൽ. അപ്പൊ നമ്മുടെ മനസ്സൊന്ന് വിഷമിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. കാരണം ഇത് വെറുതെ ഒരു പരിപാടിയല്ല. നമ്മൾ എത്ര കാലം കൊണ്ടാണ് ഒരു സിനിമ ഉണ്ടാക്കിയത്. ഒരു സിനിമ ഒന്ന് സ്വരുക്കൂട്ടി എടുക്കാൻ നോക്കുമ്പോൾ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഇത് ഇറങ്ങിയിട്ട് ആൾക്കാർ നല്ലതും പറഞ്ഞിട്ട് നമ്മൾ മൊബൈൽ നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഹെഡിങ്ങിൽ ഒരു വീഡിയോ ആണ്. അയ്യോ, അപ്പൊ ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടോ എന്ന് പറഞ്ഞ് നമ്മൾ ആ വീഡിയോ ഓപ്പൺ ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ അകത്ത് എല്ലാവരും പോസിറ്റീവാ പറഞ്ഞേക്കണം. ഈ വീഡിയോ എടുത്ത ആള് തന്നെ പോസിറ്റീവാ പറയണം. പക്ഷെ അതിന്റെ ഹെഡിങ് പക്ഷെ നമ്മളെ തളർത്തി, മനസ്സിലായോ? അപ്പൊ നമ്മൾ ആഗ്രഹിക്കണം എന്താ, ദൈവമേ നെഗറ്റീവ് കണ്ടിട്ടാണെങ്കിലും ഈ വീഡിയോ എല്ലാവരും ഒന്ന് കാണണമെന്ന് ആഗ്രഹിക്കണം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സ്വരച്ചേർച്ചയില്ലായ്മകൾ ഉണ്ട് നമ്മൾ തമ്മിൽ. നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കിയാൽ മതി ബ്രോ. ബ്രോ അങ്ങോട്ടല്ല നോക്കണ്ട, ഇങ്ങോട്ട്. ബ്രോ നമ്മളിവിടെ ഫാമിലിയെ കൊണ്ടുവരുമ്പോ ഇവരെടുക്കുന്നതും അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്നതും അല്ലെങ്കിൽ പുറത്ത് അറിയാം, നമ്മളുടെ വീട്ടിലേക്കാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നതെങ്കിൽ നമുക്കത് ഇഷ്ടമോ എന്ന് നിങ്ങൾ സ്വയം ചോദിച്ചാല്, അല്ല അത് ഓരോരുത്തരുടെയും വ്യക്തിപരമാണെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. വ്യക്തിപരമാണ്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞില്ലേ, ഇപ്പൊ ഒന്നോ രണ്ടോ പേര് പറഞ്ഞത് വെച്ചിട്ടാണല്ലോ നിങ്ങൾ സംസാരിച്ചേ. അത് ഞങ്ങളോട് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് അതല്ല, ഞങ്ങളുടെ വ്യക്തിപരമാണ്, അതും വ്യക്തിപരമാണ്, നിങ്ങൾ ചോദിച്ചതും വ്യക്തിപരമാണ്, എല്ലാം വ്യക്തിപരമാണ് ആക്ച്വലി. ഞാനും വിഷ്ണുവും ഒരു കാര്യം പറയട്ടെ, ഞങ്ങള് രണ്ടുപേരും കൊറോണ സമയം മുതൽ 2-3 സ്ക്രിപ്റ്റുകൾ റെഡിയാക്കി ഓൾറെഡി വെച്ചിരിക്കുകയാണ്. ഒരിക്കലും ഞങ്ങളുടെ അഭിനയം കൊണ്ടിട്ട് ഞങ്ങളുടെ എഴുത്തിൽ ഒരു ഉഴപ്പും അല്ലെങ്കിൽ ഇന്ന് വരെ വേണ്ടാന്നും ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല. ഇപ്പോഴും ഞങ്ങളുടെ കയ്യിൽ കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു 3ഓളം സ്ക്രിപ്റ്റുകൾ ഞങ്ങൾ തീർത്തു വെച്ചിരിക്കുകയാണ്. പക്ഷെ ആർട്ടിസ്റ്റുകളുടെ പുറകെയാണ്, അവരുടെ ഡേറ്റിന്റെ ഇഷ്യൂ, ഈ പറയുന്ന എല്ലാവരും തിരക്കിലാണ്, വലിയ താരങ്ങളാണ്, അതുകൊണ്ടിട്ട് മാത്രമാണ് ഡിലേ. ഈ കൊല്ലം എന്തായാലും ഒരു സിനിമ അനൗൺസ് ചെയ്യുമെന്ന് എൻ്റെ വിഷ്ണുവിന്റെ ബിപിൻ ജോർജ് വിഷ്ണു ഡിവിഷന്റെ തിരക്കഥയിൽ ഒരു സിനിമ ഉണ്ടാവും. ഇല്ല, സംവിധാനത്തിലില്ല, മുടിയൊക്കെ ഇപ്പൊ വന്നേ ഉള്ളൂ തിരിച്ച്. അതുകൊണ്ട് ഇപ്പൊ തൽക്കാല സംവിധാനത്തിലേക്ക് ഞാനില്ല. നീ പോണ്ടോ? നമ്മള് എഴുതിയ അല്ല, നമ്മൾ എഴുതിയ പടത്തിൽ നമ്മൾ തന്നെ അഭിനയിച്ചിട്ടുണ്ടല്ലോ. അതങ്ങനെയല്ല, ഇപ്പൊ എഴുതിയേക്കുന്ന സ്ക്രിപ്റ്റ് പക്ഷെ എന്നാ നമുക്ക് തന്നെ ചെയ്യാന്ന് പറയണ പോലത്തെ പരിപാടി അല്ല. അത് കഥയും ആ കഥാപാത്രവും ഡിമാൻഡ് ചെയ്യുന്ന ആൾക്കാർ തന്നെ വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നോണ്ടാണ് വൈകുന്നത്. പോകുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളിലേക്ക് തന്നെ, മുകളിലിരിക്കുന്ന മറ്റേ ചേട്ടന്മാരെ എല്ലാവരും ഇവരിലേക്കൊന്ന് ക്യാമറ തിരിക്കണം, എന്നിട്ട് പറയണം ആക്ച്വലി ഈ സിനിമ എത്ര പേര് കണ്ടു, ഇതില് കണ്ടിട്ടുണ്ട്, ജെനുവിനായിട്ട് നന്നായി ഓടും, എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നിയവരൊന്ന് കൈവയ്ക്കേ.
താങ്ക് യു. അപ്പോൾ ബാക്കിയുള്ളവർ കാണാത്തവർ ഇന്ന് തന്നെ കാണുക. ബാക്കിയുള്ളവർ കണ്ടവർ വളരെ സന്തോഷം, നന്ദി. ഇത് എല്ലാവരിലേക്കും എത്തിക്കുക. കാരണം അപൂർവത്രന്മാർ ഒരു കോമഡി എൻ്റർടൈനർ മാത്രമല്ല, നമുക്ക് എല്ലാവർക്കും ചിരിയുടെ ഒപ്പം തന്നെ നന്നായി ചിന്തിക്കാനുള്ള ഒരു വിഷയം കൂടിയുള്ള സിനിമയാണ്. താങ്ക് യു. അല്ല, തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയ ആൾക്കാർ എല്ലാവരും ഇത് കാണണം കേട്ടോ. കാരണം ആരതിയെ പോലെ പുതുതായിട്ട് സിനിമയിലേക്ക് വരുന്ന പ്രൊഡ്യൂസേഴ്സ് ഉറപ്പായിട്ടും പ്രോത്സാഹിക്കപ്പെടേണ്ടവരാണ്. കാരണം അവരിങ്ങനെ ഒരു ഉദ്യമത്തിന് മുതിരുന്നതുകൊണ്ടാണ് ഒരുപാട് പേർക്ക് തൊഴിൽ കിട്ടുന്നതും നമുക്ക് എല്ലാവർക്കും മാത്രമല്ല നിങ്ങൾക്കടക്കം, അല്ലേ? ശരിയല്ലേ? അപ്പൊ നമ്മൾ അന്യോന്യം നിലനിൽക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും തീർച്ചയായിട്ടും, അല്ല ഞാൻ പ്രേക്ഷകരോടാണ് കേട്ടോ പറയണത്, നിങ്ങളോടല്ല. എല്ലാവരും തീർച്ചയായിട്ടും സിനിമ തിയേറ്ററിൽ പോയി കാണണം. ഉറപ്പായിട്ടും നിങ്ങളെ എന്റർടൈൻ ചെയ്യിക്കും. ഇതൊരു ഫുള്ളി പാക്ഡ് എന്റർടൈനർ ആണ്. ഈ പറഞ്ഞ വിഷയം എന്നൊക്കെ പറഞ്ഞ് നേരത്തെ നമ്മൾ ഇങ്ങനെ തൊട്ടും തൊടാതെ പറയുന്ന കാര്യം പക്ക കോമഡി രീതിയിലാണ് ഇതിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ആ സാഹചര്യങ്ങൾ, ആ സിറ്റുവേഷൻ കാണുമ്പോൾ നമുക്ക് എല്ലാവർക്കും ചിരി വരും. തീർച്ചയായിട്ടും എല്ലാവരും പോയി കാണണം. താങ്ക് യു. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. പൂവ് പോലൊരു പുട്ടുണ്ടേ അജ്മിയുടെ പുട്ടും. വിളമ്പാം നല്ല വിശേഷം. അജ്മി സ്റ്റീം മെയ്ഡ് പുട്ടുപൊടി.